മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുഖത്ത് വ്യോമസേന എയർലിഫ്റ്റ് ചെയ്തതിന്റെ തുക നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തീരുമാനിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ തരണം എന്ന് വാശി പിടിക്കുന്ന സമ്മർദ്ദം കോടിയല്ല കേട്ടോ, 132 കോടി 61 ലക്ഷം രൂപ. അതും ഇങ്ങോട്ട് തന്ന CMDRFിലെ ഈ പറഞ്ഞ SDRFിലെ ഫണ്ടിൽ നിന്ന് അങ്ങോട്ട് എടുക്കാൻ കൊടുക്കേണ്ട അവസ്ഥ. ഷീജ വിശദാംശങ്ങളും അല്ലേ? റൈറ്റ് ഷീജ, എന്തൊക്കെയാണ് വ്യവസ്ഥ? നിർബന്ധം പിടിക്കുന്നത് എങ്ങനെയാണ്? ഉടനെ കിട്ടിയേ പറ്റൂ എന്നാണോ പറയുന്നത് ഈ 132 കോടി? ശരത്ത്, തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് പണം നൽകുന്നില്ലെങ്കിലും ഇവിടെ ഉള്ള തുക എങ്ങനെ അങ്ങോട്ടേക്ക് വാങ്ങാം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഒരു ആലോചന എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു കേരളത്തിന് മുകളിൽ. പ്രത്യേകിച്ചും വ്യോമസേന ഇവിടെ നടത്തിയിട്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനം, അതിന്റെ ആകെ തുക സംസ്ഥാനത്തിന്റെ SDRFിൽ നിന്ന് പിടിക്കും എന്നതടക്കം ആ രീതിയിലടക്കം കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിരവധി തവണയായി നിരവധി കത്തുകൾ സംസ്ഥാന സർക്കാരിന് അയക്കുകയും ചെയ്തു. അത്തരത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ദുരന്തമുഖത്ത് വ്യോമസേന എയർലിഫ്റ്റ് ചെയ്തതിന്റെ തുക അത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 132.61 കോടി രൂപയാകും ഈ രീതിയിൽ നൽകുക. പക്ഷേ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതിൽ SDRFിൽ നിലവിലുള്ളത് ആകെ 700 കോടി രൂപയാണ്. അതിൽ 638.5 കോടി രൂപയ്ക്കും കേരളത്തിന് കമ്മിറ്റ്മെന്റ് ഉള്ളതാണ് എന്നുള്ള കാര്യം കേരളം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കേന്ദ്രം എന്നിട്ടും പിന്മാറാൻ തയ്യാറല്ല. കേരളത്തെ ഏത് രീതിയിലും സമ്മർദ്ദത്തിലാഴ്ത്തി തുക നേടുക എന്നുള്ളതാണ് കേന്ദ്രം ലക്ഷ്യമിട്ടിരുന്നത്. ഏതായാലും ആ തുക നൽകുക എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാനം ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. ശരി ഷീജ. സെറ്റിൽമെന്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് എയർലിഫ്റ്റ് ചാർജസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തേക്ക് ആ കത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതായി വന്നിട്ടുള്ളത്. ഒക്ടോബർ മുതൽ കത്തയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് വൈകിപ്പിക്കാൻ പറ്റില്ല, തന്നേ പറ്റൂ. ആ നില 132 കോടി ഇങ്ങോട്ട് വയനാടിന് കിട്ടാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങോട്ട് തരാനുള്ളതിന്റെ എയർലിഫ്റ്റ് ഒക്കെ അന്ന് നമ്മൾ വളരെ ആവേശത്തോടെ കണ്ടതാണ്. ഒരു നാട് ഇങ്ങനെയൊക്കെ വന്നാൽ സേന വരുന്നു, എയർലിഫ്റ്റ് ചെയ്യുന്നു, എല്ലാവരെയും കൊണ്ട് എല്ലാം നല്ലതായി നടന്നു. പക്ഷേ പണം തന്നേ പറ്റൂ, 132 കോടി അതിന് ഉടൻ തരണം എന്നാണ് സംസ്ഥാനത്തോട് പറഞ്ഞിരിക്കുന്നത്.